എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ക്രീമി മെക്രോണി പാസ്ത റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഡിന്നറിനും അല്ലാതെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് മെക്രോണി പാസ്തയാണ് എടുത്തിട്ടുള്ളത്. 3 പേർക്ക് സെർവ് ചെയ്യാൻ ഇത് മതിയാവും. ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാം. നമ്മുടെ മാർക്കറ്റിൽ പല ഷേപ്സിൽ പാസ്ത അവൈലബിൾ ആണ്. പാസ്ത ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊരു നോൺ വെജ് ആയിട്ട് തയ്യാറാക്കുമ്പോൾ പ്രോൺസോ ചിക്കനോ എടുക്കാം. ഇതിവിടെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുക്കാൻ നല്ലത്. ഒരു ചെറിയ സവാള ചെറുതായി കുത്തി അരിഞ്ഞെടുക്കണം, ചോപ്പ് ചെയ്തെടുക്കണം. അതുപോലെ ഒരു തുടം വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 20-25 വെളുത്തുള്ളി എടുക്കാം. ചിക്കൻ ചെറുതായി മുറിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ക്രഷ് ചെയ്ത പെപ്പർ ഇതിലേക്ക് യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഫ്ലേവറിന് വേണ്ടി പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി നാരങ്ങ നീര് കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ചിക്കൻ നല്ല ജ്യൂസിയും ടെൻഡറും ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു ചിക്കൻ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാസ്ത വേവിച്ചെടുക്കാം. പാസ്ത വേവിക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കാം. പാസ്ത വേവിക്കാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ചധികം വെള്ളത്തിലാണ് പാസ്ത വേവിക്കേണ്ടത്. ഏകദേശം ഒരു മുങ്ങിക്കിടക്കാൻ പാകത്തിന് അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്നിടം വെള്ളം ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 2 ടീസ്പൂൺ ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വെള്ളം ആദ്യം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പാസ്ത ഇട്ടിട്ടും വേവിച്ചെടുക്കാം. രണ്ടായാലും കുഴപ്പമില്ല. പാസ്തയ്ക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും. നന്നായി തിളപ്പിച്ച് എടുത്തതിന് ശേഷം പിന്നെയും ചെറിയ തീയിലൊരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റി പോവാന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ എടുക്കും നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി. ഇത് വെന്തതിന് ശേഷം ഇതൊന്ന് സ്ട്രെയിനറിൽ വെച്ചിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്ന സമയത്ത് അതിന് മുകളിലേക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒരുപാട് അങ്ങ് സ്റ്റിക്കി ആവില്ല. ഓയിൽ ഒഴിച്ചതും ഇതിങ്ങനെ സ്റ്റിക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോവാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു ക്രീം തയ്യാറാക്കാം. ഈ ഒരു പാസ്ത വേവ് കൂടിപ്പോയാൽ മാത്രമേ സ്റ്റിക്കി ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് സ്റ്റിക്കി ആവില്ല. നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കും. ക്രീം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 2 കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 20 ഗ്രാം ബട്ടർ. അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒലിവ് ഓയിലാണ്. ഇനി ചിക്കൻ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു സൈഡും അതിനുശേഷം മറിച്ചിട്ട് അടുത്ത സൈഡും വെച്ച് കൊടുത്താൽ ചിക്കൻ തയ്യാറായി കിട്ടും. ഒരുപാട് നേരം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തയ്യാറായി കിട്ടും. ചിക്കൻ വേവിച്ചെടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് അല്ലെങ്കിൽ അതേ പാനിലേക്ക് കുറച്ചുകൂടി ബട്ടറും ഓയിലും ഒഴിച്ചു കൊടുക്കാം. ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും സവാളയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നിങ്ങൾ ചേർക്കുന്നത് അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആ ബട്ടറിൽ തന്നെ ഉണ്ടാവും. ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർക്കുന്ന സമയത്ത് സവാളയും ഗാർലിക്കും ഒന്നും ഒരുപാട് അങ്ങ് വഴണ്ടൊന്നും പോകണ്ട. ആ ഒരു ചെറിയൊരു പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇതിന് പകരം ഹെവി ക്രീമും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 250 ml ക്രീമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു സീസണിങ് ചേർക്കാം. റോസ്മേരി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ്ങോ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മോസറില്ല ചീസ് കൂടി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കണം.
1 മിനിറ്റ് കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇത് റെഡി ആയിട്ടുണ്ടാവും. ആ ചൂടിലേക്ക് മോസറല്ല ചീസ് ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടിക്കോളും. നല്ല ചൂടോടു കൂടിയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്. ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു പിടി ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഇടിച്ച മുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നല്ല ചൂടോടെ സെർവ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വലിയ ആൾക്കാർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. റെസ്റ്റോറൻറ്റ്സിലും കഫേസിലൊക്കെ ഒരുപാട് പേര് ഇത് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.